വേറെ നിർവാഹമൊന്നുമില്ല. ഇവിടെയാണ് ഇതിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. ഞാൻ എൻ്റെ ഈ പ്രഭാഷണം നിൽക്കുന്നില്ല. എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടെ തെരഞ്ഞെടുപ്പില് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിലും നമ്മൾ ഓരോരുത്തരുമാണ് എന്ന ബോധത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ളതായിരിക്കണം ഈ കുടുംബ സദസ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് മത്സരിക്കാൻ സാധ്യമല്ല. നമുക്ക് എല്ലാവർക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് BJP വിലങ്ങന്നൂർ മേഖലാ കുടുംബ സംഗമം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. നാടിന് ഗുണമുള്ള ആളുകളെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കേണ്ടത് എന്നും അതുകൊണ്ട് തന്നെ താമര അടയാളത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. അതും എനിക്ക് ഇന്നലെ ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപടി കാര്യങ്ങൾ, കരുവന്നൂർ പോലെയുള്ള വിഷയം, ഈ ജൽമിഷൻ്റെ വിഷയം, അതുപോലെ മെട്രോ നീട്ടുന്ന കാര്യം, ഇതൊക്കെയാണ് ചർച്ച ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇതിന് ശേഷം പോയി ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഏതാണ്ട് 50,000 കുടുംബങ്ങളാണ് മഞ്ഞക്കുറ്റി നെഞ്ചത്തേറ്റി വെച്ചിട്ട് അതിൻ്റെ ക്രയവിക്രയം നടത്താൻ പറ്റാതെ, പെൺമക്കളുടെ കല്യാണം നടത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത്. ആ മഞ്ഞക്കുറ്റി മുഴുവൻ എവിടെ ഇനി ആരുടെ നെഞ്ചത്ത് കൊണ്ടുപോയി നാട്ടുമെന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കും. തിരിച്ച് ഭരണത്തിൽ വന്ന് പുതിയ മന്ത്രിസഭ വന്നത്. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും സ്നേഹത്തോടെ അഭിമാനമാർന്ന ഒരു ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കണം. അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും, നിങ്ങളുടെ ഭാവി തലമുറകൾക്കുണ്ടാവും, മലയാളികളുടെ ഭാവി തലമുറകൾക്കുണ്ടാവും എന്ന് മാത്രം വാക്ക് തരുന്നു. ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.